നമസ്തേ. സർവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നൊരു കാര്യം, ഇത് സംസാരിക്കാൻ കാരണമുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു പ്രശ്നം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന്. അതേപോലെ തന്നെയത്തെ ഒരു വിഷയമാണെന്ന്. അതായത് ഈ യക്ഷി എന്ന് പറയുന്നതും പ്രേതം എന്ന് പറയുന്നത് ഇതൊക്കെ വാസ്തവമാണോ, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മൾ പലരും ചോദിക്കുന്ന കാര്യമാണ്. പരസ്പരം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുണ്ട് എന്നും ഇല്ല എന്നും പല രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ചിലർ ഉണ്ടെന്ന് പറയും, ചിലരത് കെട്ടുകഥയാണ്, അല്ലെങ്കിൽ അത് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് പറയും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഈ പ്രേതം എന്ന് പറയുന്നതും യക്ഷി എന്ന് പറയുന്നതും വാസ്തവമായിട്ടുണ്ട്. അത് ആത്മാവ് എന്നാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ യക്ഷിയും പ്രേതവും വളരെ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ അറിവുകൾ ഇതാണ്. ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. ഒരു പെൺകുട്ടി, യാതൊരുവിധ കുഴപ്പമില്ലാതിരുന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നൊരു പനി വന്നു. ആദ്യം തലവേദന വന്നു, പിന്നെ പനി വന്നു. ആശുപത്രി കൊണ്ടുപോയി. അതിന് വേണ്ട മരുന്നുകളും ചികിത്സകളും കൊടുത്തു. തിരികെ വീട്ടിൽ വന്നിട്ടും അത് കുറയുന്നില്ല. അത് പിന്നെയും കൂടിക്കൂടി വന്നു. മരുന്ന് കഴിക്കുന്നവരും കൂടിക്കൂടി വന്നു. പിറ്റേ ദിവസവും ഒരു ആശുപത്രിയിൽ പോയി. അപ്പോഴും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കണ്ടില്ല. 3-ാം ദിവസം മുതൽ ഈ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് സാധാരണഗതിയിലല്ല. അതായത് 2 തലമുറയ്ക്ക് മുമ്പ് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അമ്മ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരിക്കുന്ന പല കാര്യങ്ങളും അന്ന് ഈ കുട്ടി, അതായത് ഈ സംസാരിക്കുന്ന കുട്ടി ജനിച്ചിട്ടില്ല. ആ ജനിക്കാത്ത കുട്ടി, ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു പെൺകുട്ടി ഈ 2 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ട മനസ്സിലായി, ഇത് മറ്റെന്തോ പ്രശ്നമാണ്, അപ്പോൾ ബാധാദോഷമാണ് എന്ന് വന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രേതാത്മാവ്, അതിനെ യക്ഷി എന്നാണ് പറയുന്നത്. അത് യക്ഷിയാണോ പ്രേതമാണോ എന്നതല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞ ഇതാണ്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് അതാണെന്ന് ഞാൻ കണ്ടെത്തി. പക്ഷേ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ അവിടെ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടി ഞാൻ കാണാതെ തന്നെ എൻ്റെ നേരെ അലറി, നാക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് അലറിയാണ് വരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഭയമാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഉപാസനമൂർത്തിയൊക്കെ മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ച് അവരുടെ അനുഗ്രഹത്താൽ അവളെ അവിടെ ഇരുത്തി കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. കസേരയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ചാടി അതേപോലെ തന്നെ എണീറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന്. അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെ മരണപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ അതിനെ നമ്മൾ ആവാഹിച്ച് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ
പെൺകുട്ടികൾ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 13 വയസ്സ് കഴിഞ്ഞ്, അതായത് 13 വയസ്സ് കഴിഞ്ഞ് ഉള്ള പെൺകുട്ടികൾ ആരും ആയിക്കോട്ടെ, അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 13 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമായ പെൺകുട്ടികൾക്ക് ഇതേപോലെ ഒരു പ്രേതബാധ, അതായത് യക്ഷി എന്ന് പറയുന്ന സംഭവം വരും. അത് ഞാൻ കണ്ടിട്ടുള്ള പലതിലും ഈ ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആ സമയങ്ങളിൽ, അതായത് ഈ ഉച്ച സമയം വൈകുന്നേരങ്ങളിലൊക്കെ ഈ കുളത്തിൻ്റെ അരികിലൂടെയോ വയലേലകളിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആത്മാക്കൾ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കാണിക്കുകയോ ചെയ്യും. അപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. സാധാരണഗതിയിൽ ഒരു സമാധാനപ്രിയയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ വയലൻ്റ് ആവും, ഭയങ്കരമായി ദേഷിക്കും, സഹോദരങ്ങളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. പിന്നെ കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ തെറി പറയും, നല്ലപോലെ ചീത്ത പറയും. ആയുധം വല്ലതും കയ്യിൽ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെച്ച് വെട്ടും, ഒരു സംശയം വേണ്ട. ഇതൊക്കെ എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാനിത് എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ, ഇത്തരത്തിൽ പെൺകുട്ടികളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ദൈവികത ഉള്ള ദൈവ അനുഗ്രഹമുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയി കൃത്യമായിട്ടും അത് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നല്ല ഒരു വെളിച്ചം വരുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ആ പെൺകുട്ടിയുടെക്ക് സർവനാശം, മരണമാണ് പറയുന്നത്. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇനി ഒരു സംശയം ഇപ്പം എല്ലാവർക്കും ഉണ്ടാകും, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് ഉണ്ടാകുമെന്ന്. അല്ല, ആണുങ്ങൾക്കും ഉണ്ടാവും. ആണുങ്ങൾക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് ഞാൻ കണ്ടിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത്, നല്ല ജോലിയിൽ നല്ല സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടും. അതിനൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും, ആ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ ജോലി നഷ്ടപ്പെടുന്ന മാത്രമല്ല മൗനമാകും. 2 കാര്യങ്ങളാണ്. ഒന്ന് മൗനമായിട്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, അധികമായിട്ട് ആരുമായിട്ടും സഹകരണം വയ്ക്കത്തില്ല, എപ്പോഴും തനിച്ചായിരിക്കും നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തി അവരിൽ നിന്ന് അകന്നു പോവുകയോ അവരുമായിട്ട് വിരോധപ്പെടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ആണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു തെളിവെന്ന് പറയുന്നത്, ചില പുരുഷന്മാരിൽ വരുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. വയലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുൻകോപാവസ്ഥയിൽ വരും. എന്ത് ചോദിച്ചാലും ദേഷ്യമായിരിക്കും, എന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും. അവർക്കത് ഒരു ഭയം ഉണ്ടാവില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള അമാനുഷിക ശക്തി ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്കൊന്നിനെ ഭയമില്ല. ഇതേപോലെയുള്ള കാര്യങ്ങൾ, കയർത്ത് സംസാരിക്കുക, ആരെ അനുസരിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 10-17 വയസ്സായ പിള്ളേരിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടത്. പിന്നെ മുതിർന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറി പോകണം, ഇല്ലെങ്കിൽ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ വളരെ വേഗത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയാണ്, വളരെ വേഗത്തിൽ മരണം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പരിഹാരമെടുത്ത് മുമ്പോട്ട് പോകണം. അല്ലാതെ നിങ്ങളതിനെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യരുത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊന്നും കള്ളത്തരങ്ങളല്ല, കള്ളമല്ല, ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. ഈ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ പറയും ഇതൊക്കെ വെറും തട്ടിപ്പും വെട്ടിപ്പാണെന്ന്. ഒന്നുമല്ല, തട്ടിപ്പും വെട്ടിപ്പൊന്നുമല്ല. ഇത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളുള്ളത്. നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ താമസിക്കുന്നത്, ആ ഇന്ത്യ രാജ്യം മൊത്തത്തിലെടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പല കാര്യങ്ങളും പലരും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. തെളിവുകൾ സഹിതം വീഡിയോ പുറത്ത് നിൽപ്പുണ്ട്. ഇനി അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെടുത്താൽ പോലും അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. വെറുതെ ഒന്നും ആരും ഒന്നും പറയത്തില്ലല്ലോ. ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ലേ അതിനെ ചിത്രീകരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത്
ഇതാണ് എനിക്ക് ഇത് പറയേണ്ട സാഹചര്യം. എനിക്ക് ഇന്നലെ ഇതുപോലൊരു ഒരു കാര്യം എന്നിലേക്ക് വന്നത് കൊണ്ടാണ് അത് നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നിയിട്ടാണ് പറഞ്ഞത്. അപ്പം അത് സൂക്ഷിച്ച്, അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സൂക്ഷിക്കുക, വേണ്ട നടപടികൾ സ്വീകരിച്ച് ജീവിതത്തിൽ പുതിയ വെളിച്ചം വരുത്തി മുന്നോട്ട് പോവുക. എല്ലാവരെയും എൻ്റെ മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ.